മറ്റുള്ള ആളുകളുടെ ഇടയിൽ കൂളാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ചില മിസ്റ്റേക്സ് യഥാർത്ഥത്തിൽ നമ്മളെ കൂളായിട്ടല്ല, മറിച്ച് വളരെ ഓക്വേർഡായിട്ടും ക്രിഞ്ചായിട്ടുമായിരിക്കും കാണിക്കുക. ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില ബാഡ് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാവിങ് അൺകോൺഷ്യസ് ബാഡ് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. പലപ്പോഴും ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഉദാഹരണത്തിന് സ്മോക്കിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. എന്നാൽ മറ്റ് ചില ബാഡ് ഹാബിറ്റ്സ് അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് പ്രത്യേകിച്ചും ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ പെരുമാറുന്ന സമയത്ത് ഇടയ്ക്കിടെ നമ്മൾ ചെയ്യുന്ന ചില ബാഡ് ഹാബിറ്റ്സ് ആണ് അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ മൂക്കിൽ നമ്മൾ വിരലിടുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ നമ്മൾ സ്നീസ് ചെയ്യുന്നത്, ചില ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ പാൻറ്റ് ശരിയാക്കുന്നത്, ഇനി അതുമല്ല ചില ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ ശബ്ദം വളരെയധികം റേസ് ചെയ്യുന്നത്, സ്ഥലകാല ബോധമില്ലാതെ അട്ടഹസിക്കുന്നത്, ഇത്തരത്തിലുള്ള വളരെയധികം അൺകോൺഷ്യസ് ആയിട്ടുള്ള ബാഡ് ഹാബിറ്റ്സ് നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഒന്നും തന്നെ നമ്മളെ കൂളാക്കുകയല്ല, മറിച്ച് നമ്മളെ വളരെ ഓക്വേർഡ് ആയിട്ടാണ് ആളുകൾ കാണുക. ഇത് ആളുകൾക്കിടയിൽ വളരെയധികം ഡിസ്ഗസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം എക്സൈറ്റഡ് ആകുന്ന സമയത്ത് അട്ടഹസിക്കുക, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ടോൺ വളരെയധികം ഉയർത്തുക, അലറുക, ആക്രോശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ കൂളാക്കുകയില്ല. മറിച്ച് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷനിലൊക്കെയാണ് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുകയൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ടോൺ കൺട്രോൾ ചെയ്യണം, നമ്മുടെ വോയിസ് കൺട്രോൾ ചെയ്യണം. എത്രമേൽ എക്സൈറ്റഡ് ആയാലും നമ്മൾ ശബ്ദം ഉയർത്തി അലറിയതുകൊണ്ടോ ആക്രോശിച്ചതുകൊണ്ടോ നമ്മൾ കൂളാവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഇടയ്ക്കിടെ പാൻറ്റ് ശരിയാക്കുന്നത്, ഒരാളോടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാൻറ്റ് ശരിയാക്കുന്നത്, അല്ലെങ്കിൽ സ്നീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂക്കിൽ വിരലിടുന്നത് തുടങ്ങിയിട്ടുള്ള ശീലങ്ങളെല്ലാം തന്നെ വളരെയധികം വൃത്തികെട്ട ഫിൽത്തി ഹാബിറ്റ്സ് ആയിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് തോന്നുകയുള്ളൂ. സോ ഒരു കാരണവശാലും അതൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അൺകോൺഷ്യസ്ലി ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ട്സ്, നമ്മളുടെ മനസ്സെന്ന് പറയുന്നത്, മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വളരെ ഗഹനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ജോൺ എൽഡർജ് എന്ന ഓഥർ വൈൽഡ് അറ്റ് ഹാർട്ട് എന്ന പുസ്തകത്തിലൂടെ മനസ്സിന്റെ ആഴമേറിയ രഹസ്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. ഈ പുസ്തകത്തിന്റെ തീം എന്താണെന്ന് വെച്ചാൽ ഡിസ്കവറിംഗ് ദ സീക്രട്ട് ഓഫ് എ മാൻസ് സോൾ എന്നാണ്. മനുഷ്യ മനസ്സിന്റെ ഉള്ളിലുള്ള തീവ്രതയെ അടുത്തറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ മലയാളം ഓഡിയോ ബുക്ക് സമ്മറി, 105 മിനിറ്റുള്ള ബുക്ക് സമ്മറി ഞാൻ ഈയിടെ കുക്കു FM-ൽ നിന്നും കേട്ടു. വളരെയധികം ഇൻസ്പയറിംഗ് ആയി തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഇത് പറയുന്നത്. നിങ്ങൾക്കും ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് ബുക്ക് സമ്മറീസും ഒറിജിനൽസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. കുക്കു FM ഈ ജനുവരിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ നൽകുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ 1 മന്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് കുക്കു FM നൽകുന്നതാണ്. അതായത് 49 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് കുക്കു FM-നുള്ളിലുള്ള കണ്ടന്റുകളെല്ലാം അൺലിമിറ്റഡ് ആയി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള കുക്കു FM-ന്റെ ഡീറ്റെയിൽസും ലിങ്കും എല്ലാം ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കൂ. വീഡിയോയിലേക്ക് തിരിച്ചു വരൂ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കോൺവെർസേഷണൽ എറ്റിക്കറ്റ്സ് ആണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആളുകളുമായിട്ട് നല്ലൊരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. ഉദാഹരണത്തിന് 3-4 പേര് ഇരുന്ന് ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുകയാണ്. ഒരല്പം ആധികാരികമായ വിഷയമായിരിക്കാം, എന്നാൽ നമുക്ക് അതിനെപ്പറ്റി നല്ല അറിവും ഉണ്ടായിരിക്കാം. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം മറ്റൊരാൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ കയറി ഇൻറ്ററപ്റ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് വെച്ച് നമ്മൾ അവരെ കൗണ്ടർ ചെയ്യുകയോ, അല്ലെങ്കിൽ അവർ പറയുന്നതിന് ഇടയ്ക്ക് കയറി സംസാരിച്ച് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും നമ്മളെ കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുകയല്ല, മറിച്ച് നമ്മളൊരു വെറുപ്പിക്കലായിട്ട് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോൺ എറ്റിക്കറ്റ്സ് ആണ്. പലപ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിംഗ് ടോൺ എന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്നതൊക്കെ വളരെയധികം ക്രിഞ്ചായിട്ടുള്ള എന്തെങ്കിലും ഒരു റിംഗ് ടോണൊക്കെ ആയിരിക്കും. അത് നമ്മളെ മറ്റുള്ളവരുടെ ഇടയിൽ കൂളാക്കാനും, അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റൻഷൻ സീക്കാൻ വേണ്ടി വെക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ അറ്റൻഷൻ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല, മറിച്ച് നല്ലൊരു കൂളായിട്ടുള്ളൊരു റിംഗ് ടോൺ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നതിന് പകരം ഫുൾ വോള്യത്തിൽ ഒരു സോങ് കേൾക്കുകയോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയോ റീൽസോ ഒക്കെ കാണുന്നത് തീർച്ചയായിട്ടും വളരെയധികം മോശമായിട്ടുള്ളൊരു ഹാബിറ്റാണെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ഇച്ചിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നത് അവർക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് കരുതാം. എന്നാൽ നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ളൊരു ഇംപ്രഷൻ ആയിരിക്കും ആളുകൾക്ക് കൊടുക്കുക. പ്രായമായ ആൾക്കാർ ചെയ്യുന്ന ആ ഒരു ലാഘവം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ
ലൗഡായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കിടയിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇംപ്രഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ്സ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ പലപ്പോഴും ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 4 ചുവരുകൾക്കിടയിൽ വളരെ സേഫായിട്ടും സെക്യൂറായിട്ടും പ്രൈവറ്റായിട്ടും ഇടുന്ന കമൻറ്റുകളായിരിക്കും. എന്നാൽ ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. ലോകത്തുള്ള എല്ലാവർക്കും തന്നെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്കാണ് ഇത് പോകുന്നത് എന്ന ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഉദാഹരണത്തിന് ചില വീഡിയോകളുടെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞു കമൻ്റ് ഇടുന്നത് കാണാം. ഇത്തരത്തിൽ കമൻ്റ് ഇടുന്നത് കൊണ്ട് അവിടെ ആരും തന്നെ വിജയിയാവുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഫസ്റ്റ് എന്നോ സെക്കൻഡ് എന്നോ തേർഡ് എന്നോ കമൻ്റ് ഇടുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് കമൻ്റ് ഇടുന്നവർ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല മറ്റൊരു കൂട്ടം വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ ലൈഫിലുള്ള ഫ്രസ്ട്രേഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. വളരെ ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള കമൻറ്റുകൾ ഇടുകയും അതിന് റിപ്ലൈ ചെയ്യുന്ന മറ്റൊരു കൂട്ടം ഹേറ്റ്രെഡ് കമൻറ്റുകൾ വരികയും അത് പിന്നീട് വലിയൊരു തർക്കമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കവലയിൽ വെച്ച് 2 പേർ തല്ലുകൂടുന്നതിനേക്കാൾ കഷ്ടമാണ് ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തല്ലുകൂടുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് തീർക്കുന്ന ഒരു ഇടമായിട്ട് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സുകളെ ഉപയോഗപ്പെടുത്താതിരിക്കുക. അതൊരിക്കലും നല്ലൊരു സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് അല്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പബ്ലിക് എറ്റിക്കറ്റ് ആണ്. പബ്ലിക് എറ്റിക്കറ്റിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് മാജിക് വേർഡ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളത്. പലർക്കും മാജിക് വേർഡ്സ് എന്താണെന്ന് തന്നെ അറിയാൻ സാധ്യതയില്ല. മാജിക് വേർഡ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വാക്കുകളാണ്. ഏറ്റവും പോപ്പുലറായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന, ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടേണ്ട 3 വാക്കുകളാണ് പ്ലീസ്, താങ്ക് യു, അതുപോലെ സോറി എന്ന് പറയുന്നത്. ഈ 3 വാക്കുകളും നമ്മുടെ കോൺവെർസേഷൻസിൽ, ഡെയിലി കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് പ്ലീസ് എന്ന് ഉപയോഗിക്കുക. അവർ നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരുന്ന സമയത്ത് അവരോട് താങ്ക് യു പറയുക. അതുപോലെ എപ്പോഴെങ്കിലും ഒരു മിസ്റ്റേക്കൊക്കെ പറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ സോറി എന്ന് വാക്ക് ഉപയോഗിക്കുക. ഈ 3 വാക്കുകൾ തീർച്ചയായിട്ടും വളരെയധികം യൂസ് ചെയ്യേണ്ട ഒരു പബ്ലിക് എറ്റിക്കറ്റാണ്. മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കാൻ ഈ ഒരു എറ്റിക്കറ്റ് തീർച്ചയായും സഹായിക്കും. അതുപോലെ വളരെയധികം പ്രധാനപ്പെട്ട മറ്റൊരു പബ്ലിക് എറ്റിക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതുപോലെ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വായി തോന്നിയതെല്ലാം നമ്മൾ വിളിച്ച് പറയുമായിരിക്കാം. എന്നാൽ നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈവൻ നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്ന അതേ ഭാഷയായിരിക്കുമോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഉപയോഗിക്കുക? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസാണ്. അല്ലാതെ കുറേയധികം വാക്കുകൾ വളരെ കൂളാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, സുഹൃത്തുക്കൾക്കിടയിലൊക്കെ യൂസ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വളരെയധികം ഓക്വേർഡായിട്ട് മാത്രമേ മാറുകയുള്ളൂ. ആളുകൾക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റും അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ളൊരു ഇംപ്രഷനും ഒക്കെ നഷ്ടപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഈ വീഡിയോയുടെ ഒരു ബോണസ് പാർട്ട് എന്ന നിലയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആദ്യമായിട്ടൊരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് വിത്തിൻ 7 സെക്കൻഡ്സ് ആ വ്യക്തിക്ക് നമ്മളെ പറ്റിയുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 7 സെക്കൻഡ് കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നും സംസാരിക്കുന്ന പോലുമില്ല. നമ്മൾ ആദ്യമായിട്ട് ആ വ്യക്തിയെ കാണുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് പോലും ഇംപ്രഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട് എങ്കിൽ, അത് നല്ല ഇംപ്രഷൻ ആവണമെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു ബി വെൽ ഡ്രസ്ഡ്. നമ്മൾ നല്ല രീതിയിൽ വളരെ വെൽ ഗ്രൂംഡ് ആയിട്ട്, വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളെ പറ്റിയുള്ള നല്ലൊരു ഇംപ്രഷൻ അവരുടെ മനസ്സിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനർത്ഥം വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവായ ഡ്രസ്സ് ധരിക്കണം, എപ്പോഴും ധരിക്കണം എന്നല്ല. മറിച്ച് നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്താണെങ്കിൽ പോലും അത് വളരെ നീറ്റായിട്ട്, ക്ലീനായിട്ട്, അതുപോലെ പ്രസൻറ്റബിളായിട്ട് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കീപ് യുവർ ബാക്ക് സ്ട്രെയിറ്റ് എന്നുള്ളതാണ്. നമ്മുടെ പോസ്ചർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരല്പം വളഞ്ഞ് അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ആളുകൾ നമ്മളെ പറ്റിയൊരു സ്ട്രെയിറ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ആവുകയില്ല. മറിച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ പോസ്ചറൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ഗെറ്റ് ഇംപ്രസ്ഡ് വെരി ഈസിലി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് ഷേക്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് അത് വളരെ ഫേം ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെയധികം ടിമിഡായിട്ട്, വളരെയധികം കൈകൾ വിറയ്ക്കുന്ന രീതിയിലൊക്കെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പേഴ്സണിന് നമ്മളെ പറ്റി ഒരു മോശം അല്ലെങ്കിൽ ഒരു ആവറേജ് ഇംപ്രഷൻ മാത്രമേ ക്രിയേറ്റ് ആവുകയുള്ളൂ. മറിച്ച് വളരെ ഫേം ആയിട്ടുള്ളൊരു
ഹാൻഡ് ഷേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ നമ്മളെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഡിറ്റർമിനൻ്റ് ആയിട്ടും തന്നെ നമ്മളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റഡ് ആവും. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആളുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മറന്നു പോയേക്കാം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരുപക്ഷെ മറന്നു പോയേക്കാം. എന്നാൽ നമ്മൾ അവർക്ക് കൊടുത്തൊരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരെ ഹൗ വി മെയ്ഡ് ദം ഫീൽ എന്നുള്ള ആ ഒരു ഫീലിംഗ് അവരൊരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ലൊരു ലിസണർ ആവുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ഫീൽ ഗുഡ് അബൌട്ട് അസ്. ആ ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും വളരെ പവർഫുള്ളാണ്. ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഇംപ്രഷൻ തീർച്ചയായിട്ടും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷനിൽ പെരുമാറുന്ന സമയത്ത് തീർച്ചയായും അവെയർ ആയിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാഡ് ഹാബിറ്റ്സും അതുപോലെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള എവറിഡേ ഹാക്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. ഇതുപോലുള്ള കൂടുതൽ ഹാക്സ് ആൻഡ് ടിപ്സ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സ് എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ ബെറ്റർ ആക്കാനും നിങ്ങളൊരു സോഷ്യൽ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും കൂടുതൽ ഇംപ്രസീവ് ആക്കാനും സഹായിക്കുമെന്ന് ഉറപ്പ് തരുന്നു. തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.